Hello guys, so welcome to the second day of our vlog in Agnes Water. അപ്പോൾ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കയാക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ പക്ഷേ കയാക്കിംഗ് നമുക്ക് 3:15 അപ്പോൾ അത്രയും നേരം നമുക്കിവിടെ മോർണിംഗ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ട്രെയിലുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, പിന്നെ ട്രെയിലിൽ ചുമ്മാ ഒരു വാക്കൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയി കയാക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കയാക്കിംഗ് ചെയ്യാനാണ്. ഡിസ്കവറി ട്രെയിൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ടില്ല. ഡിസ്കവർ ചെയ്ത് നമുക്ക് പോകാം. നമ്മളിപ്പോ ഒരു വാക്കിംഗ് ട്രെയിലിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ചെറിയൊരു വുഡൻ ബ്രിഡ്ജും പിന്നെ ഇച്ചിരി ഒരു ഘോരമായ വനം പോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. കാര്യം നമുക്ക് ഇച്ചിരി നടന്നു നോക്കാം അല്ലേ? പോയി നോക്കാം. എന്തായാലും നമുക്ക് ടൈം ഉണ്ട്, അപ്പൊ പിന്നെ ഒരു വാക്കും ആവും. ഇത് ജസ്റ്റ് ഒരു മാപ്പ് പോലെ ചെറിയ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലുക്കൗട്ട് ഏകദേശം ഇങ്ങോട്ട് 12 മിനിറ്റ്സ് 600 മീറ്റർ നടക്കണം. മ്യൂസിയം ആണെങ്കിൽ ഇങ്ങോട്ട് 2 മിനിറ്റ്സ് പോകണം. ക്യാമ്പ് ഗ്രൗണ്ട്, ബീച്ച് ആക്സസ് നേരെ 12 മിനിറ്റ്സ് എല്ലാം. ബീച്ച് ആക്സസ് എനിക്ക് നമ്മൾ ഇന്നലെ പോയ അതുകൊണ്ട് അത് സെയിം ഏകദേശം ബീച്ച് തന്നെയാണ്. കാരണം എല്ലാം മെയിൻ ഒരു ബീച്ച് പോലെയാണ്. നമുക്ക് മെയിൻ ആയിട്ട് ലുക്കൗട്ട് ആണ് നമ്മുടെ മെയിൻ അജണ്ട. മ്യൂസിയം തുറന്നിട്ടുണ്ടാവോ അറിയില്ല, പോയി നോക്കാൻ അത് കഴിഞ്ഞിട്ട് മ്യൂസിയം ഡെസ്റ്റിനേഷൻ ട്രയണുണ്ട്. സമയം ഉണ്ടെങ്കിൽ നോക്കാം. ഇങ്ങനെ നമ്മള് വാക്കിംഗ് ട്രെയിലിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഒരു ഫുള്ളി കവേർഡ് ആണ് മരങ്ങൾ കൊണ്ടൊക്കെ. അപ്പം ഒരു എൻക്ലോഷർ പോലെ നമുക്ക് ഒരു നേച്ചറിന്റെ ഒരു എൻക്ലോഷർ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട്. മീൻസ് പ്രത്യേകിച്ച് ഒരു വെയിലത്ത് ഇങ്ങനെ ഇതിന്റെ അകത്ത് നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം ഇച്ചിരി കൂൾനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ക്വീൻസ്ലാൻഡിലെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലേ, അതെ അതെ, നല്ലൊരു ട്രോപ്പിക്കൽ കറക്റ്റ്. എന്നാ ഒത്തിരി ചൂടുമായിട്ടില്ല, എന്നാ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേർക്കത്തില്ല, എന്നാ രാവിലെ ജാക്കറ്റ് ഒന്നും ഇടുകയും വേണ്ട. നല്ലൊരു ചെറിയ തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കുറെ നടക്കുന്ന കഴിയുമ്പോഴത്തേക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മള് അടുത്ത ഡിറക്ഷൻ മാപ്പിംഗിലേക്ക് എത്തി. അവിടെ നോക്കിയാണ് ഇനി ബാക്കി പോകാൻ. ലുക്കൗട്ട് ആണ് നമ്മുടെ മെയിൻ. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. നീ ആണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ഗേൾസ് അവിടെ ഉണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ വീഡിയോഗ്രാഫി പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ് ഞാൻ പറയുന്നു? ലെമൺ വെറും കാട. ഞാൻ ലെമൺ നടക്കുക. ഇവിടെ എവിടെ എനിക്ക് ഒരു മണം കിട്ടുന്നു. എനിക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഗൈസ്, നമ്മൾ ഫൈനലി ഒരു 10-15 മിനിറ്റ്സിന്റെ വാക്കിന് ശേഷം ഇവിടെ ഡിസ്കവറി ട്രെയിൽ എത്തിയിട്ടുണ്ട്. സോ ഇതും പോയി നോക്കാം അല്ലേ? നമുക്ക് പോയി നോക്കാം. ബീച്ച് വ്യൂ ആണ്. കമാ. ഓ അടിപൊളി മോനെ. നൈസ്. സീ ദ വ്യൂ. നല്ല ബ്ലൂയിഷ് ബീച്ച്. നമ്മള് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വ്യൂ അല്ലേ? ഓ അടിപൊളി. അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ. നടന്നതിനെല്ലാം വ്യർത്ഥായി അല്ലേ?
ഓഫ് കോഴ്സ് നല്ല നമുക്ക് ലൈക്ക് 360 ഡിഗ്രി വ്യൂ അല്ലേ, എവിടെ നോക്കിയാലും ബീച്ച്. അടിപൊളി. ഇവിടെയൊന്നും ഒരു മനുഷ്യനില്ല അല്ലേ. അടിപൊളി വ്യൂ അല്ലേ. നോക്കി അവിടെ 2 പേര് അവിടെ പോയി നിൽക്കുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നില്ല മറ്റേ ഇതുപോലത്തെ ട്രെയിലൊക്കെ ഉള്ളതാണെന്ന്. അവര് ഓൺ റിസ്കിൽ ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിൽക്കുവാണ്. ഗൈസ്, അപ്പം ഞങ്ങൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നടക്കുവാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. ഇത്രയും നല്ല നല്ല വൈഡ് വ്യൂവിൽ ഒരു ട്രെയിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഓസ്ട്രേലിയയിൽ. അടിപൊളി. പറ്റുകയാണെങ്കിൽ എല്ലാവരും വരിക, ആഗ്നസ് വാട്ടറിൽ ഡിസ്കവറി ട്രെയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളിയാണ്.